നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിലെ 17 ഖിലാഫത്ത് പ്രവർത്തകരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്ന സംഭവത്തിന് ഇന്നേക്ക് 103 വയസ്സ്. ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ ചെമ്മാട് ഹജൂർ കച്ചേരിയിലെ ജില്ലാ പൈതൃക മ്യൂസിയം. 1921 ഓഗസ്റ്റിൽ തിരൂരങ്ങാടിയിൽ നടന്ന രൂക്ഷമായ പോരാട്ടങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും ശേഷമാണ് മലബാർ കലാപം അവസാനത്തിലെത്തിയത്. പൂക്കോട്ടൂർ, മഞ്ചേരി, പൊന്നാനി, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് വലിയ പങ്കുവഹിച്ചിരുന്നത്. ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത്, കുഞ്ഞാമത് ഹാജി തുടങ്ങിയവർ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാർ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. 1921 ഓഗസ്റ്റ് 20-ന് തിരൂരങ്ങാടി വലിയ പള്ളി ബ്രിട്ടീഷ് പട്ടാളം തകർത്തെന്നും ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തെന്നുമുള്ള വാർത്ത പരന്നതോടെ ജനങ്ങൾ തിരൂരങ്ങാടിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആലി മുസ്ലിയാർക്കും പള്ളിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് തിരൂരങ്ങാടിയിലെത്തിയ ജനക്കൂട്ടത്തിന് ബോധ്യമായി. ഇതോടെ അറസ്റ്റ് ചെയ്ത മറ്റുള്ളവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമായിരുന്ന ചെമ്മാട്ടുള്ള തിരൂരങ്ങാടി ഹജൂർ കച്ചേരിയിലെത്തി. ഇതിനിടെ പട്ടാളം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തതായാണ് ചരിത്രം. 17 ഖിലാഫത്ത് പ്രവർത്തകരാണ് ഈ വെടിവെപ്പിൽ ഹജൂർ കച്ചേരി മുറ്റത്ത് മരിച്ചു വീണത്. 6 ബ്രിട്ടീഷ് സൈനികരും മരിച്ചു. ചരിത്രശേഷിപ്പുകൾ നിലകൊള്ളുന്ന ഹജൂർ കച്ചേരിയിലെ ജില്ലാ പൈതൃക മ്യൂസിയം ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. വാഗൺ ട്രാജഡിയുടെ ബോഗി ഇവിടെ ഉണ്ടെങ്കിലും ചരിത്രം പഠിക്കാനെത്തുന്നവർക്ക് ഇതിൽ വർഷമോ ഒന്നും തന്നെ ബോഗിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, മലബാർ കലാപത്തിൽ മരിച്ച ബ്രിട്ടീഷ് സൈനികൻ്റെ മൃതദേഹവും ഇവിടെ തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും കാണുന്ന തരത്തിൽ രേഖപ്പെടുത്തണമെന്നാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റും പൈതൃക മ്യൂസിയ സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ UA റസാഖ് പറഞ്ഞു. 1921 ഓഗസ്റ്റ് 20-ന് തുടങ്ങിയ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാന സ്ഥിരാകേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. നമ്മളിപ്പോൾ ഈ ജില്ലാ പൈതൃക മ്യൂസിയമായി പ്രഖ്യാപിച്ച ഈ ഹജൂർ കച്ചേരി എന്നുള്ളത് ഇവിടെ വെച്ചിട്ടാണ് ആ യുദ്ധം, ആ പോരാട്ടം നടക്കുന്നതും. അതോടൊപ്പം ആലി മുസ്ലിയാരടക്കം അടച്ച ജയിലാണ് നമുക്ക് പിറകിൽ ഈ കാണുന്ന ജയിൽ. തീർച്ചയായും ഇതിപ്പോൾ ജില്ലാ പൈതൃക മ്യൂസിയമാക്കി 2013-ൽ UDFൻ്റെ സർക്കാർ ഉയർത്തുകയും പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പലതും കഴിഞ്ഞു. അത് ഉദ്ഘാടനത്തിലേക്ക് വന്നു, ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായും അക്കാലം മുതലേ ഉയർന്നു വരുന്ന ഒരു സംഗതിയായിരുന്നു 1921 മലബാർ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിൻ്റെ ഒരു സ്മാരകമാക്കി ഇത് നിലനിർത്തണം. തീർച്ചയായും ജില്ലാ പൈതൃക മ്യൂസിയം എന്നതിലുപരി അത് സ്മാരകമാക്കി, അതായത് 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മാരകമാക്കി നിലനിർത്തണം എന്നുള്ള ആവശ്യം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും അത് ഉണ്ടാവണം. അതുപോലെ തന്നെ വാഗൺ ട്രാജഡിയുടെ ട്രെയിനിന് അതിൻ്റെ പേരുകൾ കൊടുത്തിട്ടില്ല. അതേപോലെ അവിടെ ബ്രിട്ടീഷുകാരുടെ ശവകുടീരമുണ്ട്. ആ ശവകുടീരത്തിൽ അത് ഡങ്കർ റൗളിയുടെ ബ്രിട്ടീഷുകാരനായ പട്ടാളക്കാരൻ്റെ അന്നത്തെ DYSPയുടെയൊക്കെ ശവകുടീരമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ മുൻഗാമികളായിട്ടുള്ള മാപ്പിളമാർ പോരാടി, അവരടുത്തൊക്കെ അന്ന് തോക്കുകളായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത്. നമ്മളടുത്ത് കേവലം അന്ന് കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ കല്ലും വടിയും കൊണ്ട് നേരിട്ട് തോക്കിന് മുന്നിലാണ് അത്തരം പട്ടാളക്കാരെ വകവരുത്തിയത്. അപ്പോൾ അത്തരം ചരിത്രം ഉൾക്കൊള്ളുന്നത് പുതുതലമുറക്ക് പകർന്നു നൽകണമെങ്കിൽ ഇപ്പോൾ 103 വർഷം പിന്നിട്ടു ഈ 1921 മലബാർ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട്. പക്ഷേ ഈ കലാപത്തെ, ഈ ഫാഷിസ കാലത്ത് ഈ പോരാട്ടത്തെ കലാപമായി ചിത്രീകരിക്കാനാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. അക്കാലത്ത് ഈ ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഒന്നുകൂടി ഈ മ്യൂസിയം വിപുലീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഓഗസ്റ്റ് 30-ന് തിരൂരങ്ങാടി വലിയ പള്ളി വളഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം പള്ളിക്ക് മുകളിൽ ഉള്ളവർക്ക് നേരെ വെടിയുതിർത്തു. കാരാടൻ മൊയ്തീൻ അടക്കമുള്ളവർ വെടിയേറ്റ് വീണു. പട്ടാളത്തിൻ്റെ ആക്രമണം ശക്തമായതോടെ ആലി മുസ്ലിയാരും 37 അനുയായികളും കീഴടങ്ങുകയായിരുന്നു.
ഇതിൻ്റെയെല്ലാം ചരിത്ര ശേഷിപ്പുകൾ തേടി നിരവധി പേരാണ് ഇന്നും ഹജൂർ കച്ചേരിയിലെ ജില്ലാ പൈതൃക മ്യൂസിയത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.